ൂരുകിലെന്നെ ആരേറ്റി പരവാഹനനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഊശാന ഊശാന ദാവീദാത്മജ ഊശാന ഉസാന ഉസാന ദാവീദാത്മജ ഊശാന. ോട് തിരുനിവകം ബാലകയുവവദനങ്ങളിൽ നിന്നും സ്തോത്രം നാഥനൊരുക്കിയിരിപ്പൂ. ഹല്ലേലൂയ. പാർക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നടമുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഉദ്ഘോഷിക്കുന്ന വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്തയുടെ രക്ഷാസുവിശേഷത്തിൽ നിന്ന് വന്നതിനും വരുവാനിരിക്കുന്നതിനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാവിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച ഏറ്റുപറയുന്നു. യേശു തമ്പുരാൻ യെരൂശലേമിലേക്ക് പോകുവാനായിട്ട് മുന്നോട്ട് നടന്നു. അവൻ ബെത്സയിദ എന്ന് വിളിക്കപ്പെടുന്നതായ ഒലൂമലയ്ക്ക് അടുത്തുള്ള ബെത്ഭാഗിക്കും ബെഥാനിക്കും അടുത്തപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ചുകൊണ്ട് അവരോട് പ്രകാരം പറഞ്ഞു, നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവീൻ. നിങ്ങളതിൽ പ്രവേശിക്കുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിൻ്റെ പുറത്ത് ഒരിക്കലും ഒരുവനും കയറിയിട്ടില്ല. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. എന്തിനാകുന്നു നിങ്ങൾ അതിനെ അഴിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. അയക്കപ്പെട്ടവർ പോയി അവൻ പറഞ്ഞ പ്രകാരം കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ, നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അവർ അവരോട്, ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിച്ച് അതിന്മേൽ യേശുവിനെ കയറ്റി. അവൻ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു. സൈത്ത് പർവ്വതത്തിന്റെ ഇറക്കത്തോട് അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത പ്രവർത്തികളെയും കുറിച്ച് സന്തോഷിച്ച് ആർത്തി വിളിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അത്യുന്നതങ്ങളിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ സമാധാനം. സ്വർഗത്തിൽ സ്തുതി, സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നാമത്തിൽ വന്നൊരു വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, സമാധാനം. അത്യുന്നതങ്ങളിൽ സ്തുതി, സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നാമത്തിൽ ഒരു വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, സമാധാനം. അത്യുന്നതങ്ങളിൽ സ്തുതി, അത്യുന്നതങ്ങളിൽ സ്തുതി. ഉശാന, ഉശാന,
ജനക്കൂട്ടത്തോട് അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: റാബി, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടാകട്ടെ. യെരൂശലേം മലമേ ഊരുകിലെന്നെ ആരേറ്റി വരവാഹനരായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ഇബിയന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ. ശ്രീഹന്മാരുടെ ദിവ്യഗണം പിന്നണി ചേർന്നു വരുന്നല്ലോ. സൈത്യൻ കൊമ്പുകളേന്തി പിഞ്ചുകിടാങ്ങൾ പാടുന്നു. ഭൂസ്വർഗങ്ങളിൽ ലൂശാന ദാവീദാത്മജ ലൂശാന വന്നവനും വരുവോനുമഹോ ധന്യൻ നിഖിലേശ സ്തോത്രം. യെരൂശലേമിലെ വന്മലമേ ഊരുകിലെന്നെ ആരതി ആരവാഹനായി പുരി പോകും പരസുതനെ ഞാൻ കാണുന്നു. ദിവ്യന്മാരുടെ തിരുനിവഹം നടകൊള്ളുന്നു പുരോഭൂവിൽ.